നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു ചെറിയ പാലം പണിയാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടിവരുമെന്ന് നമുക്കറിയാം. അതൊരു അണ്ടർ വാട്ടർ ടണൽ അഥവാ നദിക്കടിയിലൂടെയുള്ള ഒരു തുരങ്കം നിർമ്മിക്കാനായാലോ? അഴിമതിയും സമരങ്ങളും പ്രതിഷേധങ്ങളുമായി അതിന് ഒരു പക്ഷേ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കാം. എന്നാൽ വെറും 110 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഭീമൻ നദിക്കു കുറുകെ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ അത്തരത്തിൽ വെറും 110 ദിവസത്തിനുള്ളിൽ ചൈന നിർമ്മിച്ച അണ്ടർ വാട്ടർ ടണലാണ് ജിനാൻ ഹുവാങ്ഗാങ് റോഡ് യെല്ലോ റിവർ ടണൽ. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ പ്രൊജക്റ്റ് ചൈന എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലെ ജിനാൻ നഗരത്തിനടുത്തുള്ള യെല്ലോ റിവറിന് താഴെയായാണ് ഈ ഭീമൻ ടണൽ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാസമുള്ള അഥവാ ഡയമീറ്റർ ഉള്ള അണ്ടർ വാട്ടർ ഷീൽഡ് ടണലാണിത്. ഇതിൻ്റെ പുറംഭാഗത്തെ വീതി 16.8 മീറ്ററാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ടണൽ അവർ നിർമ്മിച്ചത് എന്നുള്ളത്. ഓട്ടോനാവി എന്ന നാവിഗേഷൻ കമ്പനിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള നഗരം എന്ന പേര് തുടർച്ചയായി 2 വർഷം കിട്ടിയത് ജിനാൻ നഗരത്തിനായിരുന്നു. ജിനാനിലെ 9.4 ദശലക്ഷം ആളുകൾക്ക് ഈ നദി കടക്കുക എന്നത് വലിയ കഷ്ടപ്പാടായിരുന്നു. പതിറ്റാണ്ടുകളായി ഈ നദി നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തെയും വടക്കൻ ജില്ലകളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുകയായിരുന്നു. ആളുകൾക്ക് പുഴ കടക്കാൻ പാലങ്ങളോ ഫെറികളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവ രണ്ടും വളരെ പതുക്കെയുള്ളതും തിരക്കേറിയതുമായിരുന്നു. പാലങ്ങളിൽ എപ്പോഴും കിലോമീറ്ററുകളോളം നീളുന്ന ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഇത് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തേണ്ട യാത്ര വലിയൊരു ദുരിതമായി മാറും. ഫെറികളാണെങ്കിൽ അതിലും പതുക്കെയാണ്. ഒരുപാട് ആളുകളെ ഒരേ സമയം കൊണ്ടുപോകാനും അവയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വടക്കൻ പ്രദേശങ്ങളെയും തെക്കൻ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാൻ ജിനാൻ നഗരത്തിന് നല്ലൊരു വഴി ആവശ്യമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ പാലങ്ങൾ പണിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഇവിടെ ഒരു പാലം പണിയുക എന്നത് അത്ര എളുപ്പമല്ല. പുഴയുടെ ഭൂപ്രകൃതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കാരണം അവിടെ നിർമ്മാണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോഴുള്ള പാലങ്ങൾ തന്നെ പുഴയുടെ ഏറ്റവും ഉറപ്പുള്ള ഭാഗങ്ങളിലാണ് പണിതിരിക്കുന്നത്. ഇനിയും പുതിയ പാലങ്ങൾ പണിയണമെങ്കിൽ അവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളുമൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും. ഇതോടെ എഞ്ചിനീയർമാർക്ക് ഒരു കാര്യം ഉറപ്പായി, ഒന്നല്ലെങ്കിൽ പുഴയിലെ ഉറപ്പില്ലാത്ത മണ്ണിൽ ഹൈ റിസ്ക് എടുത്ത് ഒരു പാലം പണിയണം, അല്ലെങ്കിൽ പുഴയ്ക്ക് താഴെ കൂടി ഒരു ടണൽ പണിയണം. അങ്ങനെ 2024 സെപ്റ്റംബറിൽ ചൈനീസ് സംഘം രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഷീൽഡ് ടണൽ പണിയാൻ അവർ തീരുമാനിച്ചു. ആകെ 5.75 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ ടണലാണ് ലക്ഷ്യം. അതിൽ 3.29 കിലോമീറ്റർ ഭാഗം യെല്ലോ റിവറിന് 50 മീറ്റർ താഴെ കൂടി പോകുന്നതാണ്. വണ്ടികൾക്ക് 60 കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ഥലം ലാഭിക്കാനായി എഞ്ചിനീയർമാർ ഇതൊരു ഡബിൾ ഡക്കർ ടണലായാണ് ഡിസൈൻ ചെയ്തത്. മുകളിലെ തട്ടിലൂടെ തെക്ക് നിന്ന് വടക്കോട്ടും താഴത്തെ തട്ടിലൂടെ വടക്ക് നിന്ന് തെക്കോട്ടും വണ്ടികൾക്ക് സഞ്ചരിക്കാം. 2 ടണലുകൾ പണിയുന്നതിനേക്കാൾ 15% ചിലവ് കുറയ്ക്കാൻ ഈ ഒരു ടണൽ കൊണ്ട് സാധിച്ചു. സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ഇത് പണിതിരിക്കുന്നത്. ഏറ്റവും ആഴമുള്ള ഭാഗത്ത് വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും വലിയ പ്രഷർ താങ്ങാൻ ഇതിന് കഴിയും. ഈ നിർമ്മാണത്തിനായി 500 വലിയ കോൺക്രീറ്റ് വളയങ്ങൾ അഥവാ കോൺക്രീറ്റ് റിങ്സുകൾ വേണ്ടിവന്നു. ഓരോ വളയവും പല കഷ്ണങ്ങൾ കൃത്യമായി യോജിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മൊത്തം വീതി 16.8 മീറ്ററാണ്. പുഴക്കടിയിലുള്ള കഠിനമായ സാഹചര്യങ്ങളിലും ബോറിംഗ് മെഷീൻ്റെ മുൻഭാഗം അഥവാ കട്ടർ ഹെഡ് മാറ്റാതെ തന്നെ ഈ പണി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമാണ്. ആദ്യമൊക്കെ ഇത് ഇത്ര വേഗം തീരുമെന്ന് പല വിദഗ്ധരും വിശ്വസിച്ചിരുന്നില്ല. സാധാരണ ഇത്രയും വലിയ പ്രൊജക്റ്റുകൾക്ക് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. എന്നാൽ ഓരോ ഘട്ടവും പുനരാലോചിച്ചുകൊണ്ട് അവർ ഈ ടണൽ പണി 110 ദിവസമാക്കി കുറച്ചു. പക്ഷേ ഇതിലൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. യെല്ലോ റിവറിൻ്റെ അടിത്തട്ട് ഉറപ്പുള്ള പാറയല്ല, അത് മണ്ണും മണലുമൊക്കെ ചേർന്ന കുഴഞ്ഞ രൂപത്തിലാണ് കിടക്കുന്നത്. അവിടെ വെള്ളത്തിൻ്റെ വലിയ പ്രഷറുമുണ്ട്. അപ്പോൾ പിന്നെ ടണൽ ഇടിഞ്ഞു വീഴാതെ എങ്ങനെ പണിയും? ഇവിടെയാണ് ഷാൻഹെ വരുന്നത്. ഒരു ജർമ്മൻ കമ്പനിയും ചൈനീസ് കമ്പനിയും ചേർന്ന് നിർമ്മിച്ച ഭീമൻ ടണൽ ബോറിംഗ് മെഷീൻ അഥവാ TBM ആണിത്. ഇതിന് 163 മീറ്റർ നീളവും 5200 ടൺ ഭാരവുമുണ്ട്. ഏകദേശം ഒരു ചെറിയ കപ്പലിൻ്റെ അത്രയും ഭാരം. വെറും വലിപ്പം മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. പുഴക്കടിയിലെ കഠിനമായ സമ്മർദ്ദവും മണ്ണിൻ്റെ പ്രത്യേകതകളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഷാൻഹെ ഒരു മിക്സ് ഷീൽഡ് മെഷീനാണ്. വായുമർദ്ദം ഉപയോഗിച്ച് മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഇത് സംരക്ഷിക്കും. ഹൈ പ്രഷറിലും വളരെ സുരക്ഷിതമായി തുറക്കാൻ ഇതിന് കഴിയും.
ഇതിലെ മണ്ണ് മാറ്റാനുള്ള സംവിധാനവും കട്ടിംഗ് ഫേസ് നോക്കാനുള്ള ക്യാമറകളും ഒക്കെ അത്യാധുനികമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് അപകടം പിടിച്ച ഭാഗങ്ങളിൽ നേരിട്ട് ഇറങ്ങേണ്ടി വന്നില്ല. ഓരോ ദിവസവും ഈ മെഷീൻ 16 മുതൽ 18 മീറ്റർ വരെ ദൂരം മുന്നോട്ട് പോയി. സമാനമായ മറ്റ് മെഷീനുകളേക്കാൾ വളരെ വേഗത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. 2024 സെപ്റ്റംബർ 1 തുടങ്ങിയ ഈ 3.29 കിലോമീറ്റർ ഭാഗം വെറും 110 ദിവസം കൊണ്ട് അവർ പൂർത്തിയാക്കി. നേരത്തെ പറഞ്ഞതുപോലെ തുരക്കുന്ന കട്ടർ ഹെഡ് ഒരിക്കൽ പോലും മാറ്റാതെ ഇത് തീർക്കാൻ പറ്റിയെന്നത് അതിശയകരമാണ്. 24 മണിക്കൂറും ഷിഫ്റ്റുകളായി പണിയെടുത്താണ് സമയം ലാഭിച്ചത്. കൂടാതെ പുഴയുടെ 50 മീറ്റർ താഴെ വലിയ പ്രഷറിൽ പോലും മെഷീനിനുള്ളിലെ സംവിധാനങ്ങൾ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി പണിയെടുക്കാൻ സാഹചര്യമൊരുക്കി. അതുകൊണ്ട് അവർക്ക് പ്രത്യേക ഡൈവിംഗ് ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യം വന്നില്ല. യെല്ലോ റിവറിൻ്റെ അടിയിലെ ഉറപ്പില്ലാത്ത മണ്ണിൽ ടണൽ ഇടിഞ്ഞു പോകാതിരിക്കാൻ ഷാൻഹെ മെഷീൻ പോകുന്നതിനൊപ്പം തന്നെ കോൺക്രീറ്റ് വളയങ്ങൾ ഉറപ്പിച്ചു പോകുന്നുണ്ടായിരുന്നു. ഓരോ 2 മീറ്റർ കൂടുമ്പോഴും മെഷീൻ നിർത്തി ഒരു വളയം അഥവാ റിങ് സ്ഥാപിക്കും. ഇങ്ങനെ വെള്ളം കയറാത്ത ഒരു കവചം പിന്നിൽ നിർമ്മിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് നീങ്ങിയത്. മെഷീൻ്റെ ഉള്ളിലെ സെൻസറുകളും ഹൈഡ്രോളിക് സിസ്റ്റവുമാണ് ഈ മെഷീൻ്റെ കൃത്യമായ പ്രവർത്തനത്തിന് സഹായിച്ചത്. ലേസറുകളും ഹൈഡ്രോളിക് ജാക്കുകളും ഉപയോഗിച്ച് മെഷീൻ കറക്റ്റ് റൂട്ടിലാണോ പോകുന്നത് എന്ന് എപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. സത്യം പറഞ്ഞാൽ 5200 ടൺ ഭാരമുള്ള ഒരു റോബോട്ടിനെ വെച്ച് നടത്തുന്ന ഒരു സർജറി പോലെയാണിത്. ഇനി നമുക്ക് നിർമ്മാണത്തിൻ്റെ രീതി പരിശോധിക്കാം. ആദ്യം പുഴയുടെ 2 കരകളും പണിക്ക് പാകത്തിന് റെഡിയാക്കുകയായിരുന്നു. ഷാൻഹെ മെഷീൻ അവിടെ വെച്ചാണ് ഘടിപ്പിച്ചത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എത്തിക്കാൻ തന്നെ കിലോമീറ്ററുകളോളം റെയിൽ ട്രാക്ക് വേണ്ടി വന്നു. 110 ദിവസവും രാപ്പകലില്ലാതെ പണി തുടർന്നു. രാത്രി സമയങ്ങളിൽ മെഷീൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു പ്രാധാന്യം. പകൽ സമയത്ത് എത്രയും വേഗം ടണൽ തുരന്നു പോകുകയായിരുന്നു ലക്ഷ്യം. മഴയും മഞ്ഞുമൊക്കെ പണിക്ക് തടസ്സമായി വന്നെങ്കിലും എഞ്ചിനീയർമാർ അതിനെയൊക്കെ മറികടന്നു. അതിശൈത്യത്തിൽ കോൺക്രീറ്റ് സെറ്റാവാൻ അവർ പുതിയ വിദ്യകൾ ഉപയോഗിച്ചു. ഈ 110 ദിവസത്തിനുള്ളിൽ ഒരു മാസം മാത്രം 426 മീറ്റർ ദൂരം പണി തീർത്ത് അവർ റെക്കോർഡിട്ടു. പക്ഷേ ഈ വേഗതയ്ക്കൊപ്പം വലിയ റിസ്ക്കും ഉണ്ടായിരുന്നു. പുഴക്കടിയിലെ മണ്ണ് ഓരോ മീറ്ററിലും മാറിക്കൊണ്ടിരിക്കും. 1500-ലധികം തൊഴിലാളികളാണ് കഠിനാധ്വാനം ചെയ്ത് ഈ മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്തത്. ഈ പ്രൊജക്റ്റിലൂടെ അവർ 28ഓളം പുതിയ ടെക്നോളജികൾ കണ്ടെത്തിയിരുന്നത്രേ. യെല്ലോ റിവറിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നതിനും വലിയ മുൻഗണന നൽകിയിരുന്നു. പുഴയിലെ കുടിവെള്ളത്തിനോ ഒഴുക്കിനോ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് പണി തീർത്തത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വീതിയുള്ള അണ്ടർ വാട്ടർ ടണലാണിത്. ഇതിൻ്റെ വീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലണ്ടനിലെ ചാനൽ ടണലൊക്കെ വളരെ ചെറുതാണ്. ഒരു 5 നില കെട്ടിടം ഇതിനുള്ളിൽ വെക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത്രയും വേഗത്തിൽ പണി തീർത്തത് ടണൽ നിർമ്മാണ ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ലായിരുന്നു. പുഴക്കടിയിലൂടെയുള്ള തുരങ്കത്തിൻ്റെ പ്രധാന ഭാഗം അഥവാ ഷീൽഡ് സെക്ഷൻ വേഗത്തിൽ പൂർത്തിയായെങ്കിലും വശങ്ങളിലെ റോഡുകൾ അഥവാ അപ്രോച്ച് റോഡുകൾ, വൈദ്യുതി ബന്ധം, വെന്റിലേഷൻ സിസ്റ്റം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടണലിൻ്റെ ഉള്ളിലെ റോഡും മറ്റ് പണികളും 2026 മാർച്ചോടെ പൂർത്തിയാകും. 2026 സെപ്റ്റംബറിൽ ഇത് വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ടണൽ പ്രൊജക്റ്റുകൾ നമ്മുടെ നാട്ടിലും വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.